തൃശ്ശൂർ ചിലപ്പം ജയിക്കാൻ മതി. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ഉണ്ടാക്കിയൊരു ഗുഡ് വില്ലും മോഡിയുടെ നിരന്തരമായ സന്ദർശനങ്ങളും പിന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് നടത്തുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും എല്ലാം അവർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൃശ്ശൂർ നല്ല സ്കോപ്പുണ്ട്. തിരുവനന്തപുരത്ത് അവർക്ക് സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഇവർ പരസ്പരം വലിക്കല്ലേ കേരള BJP. ഇപ്പോൾ മോഡി ഇനി അധികം വലിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് കൃത്യമായ മെസ്സേജ് കൊടുത്താൽ വലിക്കണ്ടാവില്ല. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും കിട്ടാവുന്ന ക്യാച്ചായിരുന്നു വെള്ളാപ്പള്ളി. തുഷാറിനൊരു മന്ത്രിസ്ഥാനോ ഒരു MP സ്ഥാനോ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉറച്ചു നിൽക്കുമായിരുന്നു. കോൺഗ്രസിന് അനുഭവം കാണിക്കുന്ന നല്ലൊരു പങ്ക് ഈ ഈഴവരെന്ന് വെച്ചാൽ SNDP ഈഴവരാണ്. നമ്മൾ കരയോഗ നായം എന്ന് പറയുമ്പോൾ SNDP ഈഴവരാണ്. ഈ വിഭാഗത്തിനിടയിൽ സത്യത്തിൽ ഈ കോൺഗ്രസിനെ വിട്ടിട്ട് അവർ BJPയോട് താല്പര്യം കാണിച്ചാണ്. ആ സമയത്താണ് നിങ്ങൾ ഈ പറഞ്ഞ 14% വോട്ട് 2014 അവർക്ക് കിട്ടുന്നത്, 2016 നിയമസഭാ ഇലക്ഷന് കിട്ടുന്നത്. പക്ഷേ അതിനുശേഷം പടവലങ്ങ പോലെ താഴോട്ടാണ് ഇവരെ ഗ്രൂപ്പുകളെയും. മാത്രമല്ല വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഗ്യാങ് വളരെയധികം നിരാശരുമാണ്. അപ്പോൾ അതൊക്കെ മെൻഡ് ചെയ്യാൻ പറ്റിയ അവർക്ക് സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, BJP കേരളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്താൽ വളരാൻ പറ്റില്ല. നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടേണ്ട പരമാവധി കിട്ടിയിട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിയാണുള്ളത്. ഈഴവ കമ്മ്യൂണിറ്റി കോൺഗ്രസ്സിന് പോകുന്ന വോട്ടുകളെങ്കിലും അതിൻ്റെ 75% ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ BJP ഗുണം ചെയ്യും. അല്ല ഇയാൾ പറയുന്നത് നോക്കണ്ട, സുരേന്ദ്രൻ അങ്ങനെ പലതും പറയും. സുരേന്ദ്രൻ 34 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും, ഞങ്ങളുടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായിട്ട് വരും, കോടിയേരി ബാലകൃഷ്ണൻ്റെ മോൻ്റെ കല്യാണത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീം വന്നു എന്നൊക്കെ പറഞ്ഞതാണ്. അത് നോക്കണ്ട. പക്ഷേ ഈ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഇപ്പം BJP തൃശ്ശൂരിനെ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി ലോധ് മാതാവിൻ്റെ പിന്നെ പള്ളിയിൽ പോവുകയും അവിടെ സ്വർണ്ണ കിരീടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ ഉണ്ട്, അവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആക്സസിബിളായിട്ടുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ സുരേഷ് ഗോപി ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഏതെല്ലാം വോട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് സുരേഷ് ഗോപി നേതാവ് ആകുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. പ്രധാനം ജനകീയനാണ്. പക്ഷേ ജനകീയന് ആളുകളെ കൂടെ എപ്പോഴും നിൽക്കാനേ പറ്റുള്ളൂ. അവർക്കിടയിൽ നിന്ന് കാര്യമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ജനനേതാവിന് അല്ലെങ്കിൽ ആ ഒരു വിഷനുള്ള ഒരാൾക്ക് ജനങ്ങൾക്ക് വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഫീൽ ജനങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രധാനം ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ജനങ്ങളുടെ ചോയ്സ് ചിലപ്പോൾ മാറാൻ മതി. പക്ഷേ ഒരു പ്രശ്നം താമരയാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോഴും മടിയുള്ളൊരു വലിയ വിഭാഗമാണ് കേരളത്തിലുള്ളത്. ആ ഒരു സൈക്കോളജിക്കൽ ബ്ലോക്കിനെ എങ്ങനെ മറികടക്കുമെന്ന് അതിന് ഏറ്റവും നല്ല സുരേന്ദ്രനൊക്കെ ഉണ്ടാതിരിക്കുന്നതായിരിക്കും. മോഡിയും സുരേഷ് ഗോപിയൊക്കെ സംസാരിച്ചാൽ മതിയോ? സുരേന്ദ്രനൊക്കെ കൊണ്ടുമ്പോൾ ആളുകൾ കോമഡി ആയിട്ടാണ് കാണുന്നത്. അതാണ് പ്രശ്നം. അത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് നിന്ന് ഇനി അധികമൊന്നും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ 10 വർഷമായിട്ട് നമ്മൾ മോഡിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ജനറേഷൻ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മോഡിയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പൂർണ്ണമായും മോഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവിന് പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ സ്വാഭാവികമായിട്ട് ചിലപ്പം കുറച്ച് സീറ്റ് കുറയും. അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കണം. മാത്രമല്ല BJPയുടെ പ്ലാൻ ഗ്രാൻഡ് ഇന്ത്യൻ പ്ലാനാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാടാണ്. കേരളം ബേസിക്കലി ഹിന്ദു സ്റ്റേറ്റാണ്, പക്ഷേ ഹിന്ദുത്വ സ്റ്റേറ്റ് അല്ല. അതാണ് പ്രശ്നം. അപ്പം അവരുടെ ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യത ഉള്ള സീറ്റ് കർണാടക ഓൾറെഡി അവർക്ക് നല്ല പ്രസൻസ് ഉണ്ട്, അവർ ഭരിക്കേണ്ടായി. തെലുങ്കാനയാണ്. തെലുങ്കാന കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത ടാർഗറ്റ് കേരളം, അവസാനം തമിഴ്നാടാണ്. അപ്പോൾ കേരളത്തിൽ 1-2 സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ട്. 1-2 സീറ്റുകൾ പിടിച്ചെടുത്താൽ നിയമസഭാ ഇലക്ഷന് അതായത് 15-20 സീറ്റുകളൊക്കെ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് ഉയർത്താൻ പറ്റും. പിന്നെ ആ പിടിച്ചെടുക്കുന്ന സീറ്റുകളൊന്നും സുരേഷ് ഗോപി ഉറപ്പായ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. സുരേഷ് ഗോപിനെ ഇവർക്ക് സെൻട്രൽ ലീഡർഷിപ്പിനും RSSൻ്റെ സെൻട്രൽ ലീഡർഷിപ്പിനും വലിയ താല്പര്യമുള്ള ഒരു സിനിമാ നടനല്ല, നേതാവ് തന്നെയാണ് അദ്ദേഹം. ഇവിടുത്തെ BJPക്കാർ ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്നതിനെക്കാട്ടും ജനപിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടും. സുരേഷ് ഗോപി എന്നുള്ള പ്രശ്നം അത് അദ്ദേഹത്തിന് അറിയാം. അപ്പം സുരേഷ് ഗോപി വഴി കേരളത്തിൽ എന്നാൽ സുരേഷ് ഗോപി വെറുക്കപ്പെടുന്ന ആളുമല്ല. അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം ഹിറ്റാവുന്നത് അതുകൊണ്ടാണല്ലോ. അങ്ങനെ മറ്റ് BJP നേതാക്കന്മാരെ പോലെ വെറുക്കപ്പെടുന്ന ഒരാളല്ല സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിനെ വളർത്തിക്കൊണ്ടുവരിക, സുരേഷ് ഗോപിനെ BJPനെ വളർത്തുന്ന ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ടായിരിക്കും ഇവിടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണത്തിലുള്ള പ്രധാനമന്ത്രി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമാ നടൻ്റെ മോളുടെ കല്യാണത്തിന് മുഖ്യമന്ത്രി വരികയാണ്. അത് ഗുരുവായൂരാണ്. ഗുരുവായൂർ അവർക്ക് നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ സുരേഷ് ഗോപിയിലൂടെ കേരളത്തെ പതുക്കെ കീഴടക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് BJPക്ക് തോന്നുന്നത്. അപ്പോൾ മോഡിയുടെ കാര്യം എന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് ആദ്യം നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് ഈ പറയുന്ന മഹാരാഷ്ട്ര ആയിരുന്നു. മഹാരാഷ്ട്ര, കർണാടക അത് രണ്ടും കിട്ടുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് ഈ ബീഹാർ, ഒറീസ ഈ പ്രദേശങ്ങൾ ഇന്നല്ല നാളെ BJPക്ക് കിട്ടും. അതിനുള്ള RSSൻ്റെ സംഘടനാ സംവിധാനം അവിടെ ശക്തമാണ്. ബിജുവും അത് മമതയും, ബിജു പട്നായിക്കും മമതാ ബാനർജിയും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ വരാനുള്ളത് BJPയാണ്. അപ്പം ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയാണ്. സൗത്ത് ഇന്ത്യയിൽ അവർ വളരെ പ്രധാനമായി കാണുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം.